ബജാജ് മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലെ 3 മോട്ടോർ സൈക്കിളാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ മോഡൽ എന്ന് പറയുമ്പോൾ F250, പൾസർ F250. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമമാണ്. കാരണം ബജാജ് വലിയ രീതിയിൽ കൊണ്ടുവന്ന മോഡലാണ്, പക്ഷേ സക്സസ് ആവാനായിട്ട് സാധിച്ചില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ബജാജിൻ്റെ പുതിയൊരു പരീക്ഷണാർത്ഥം വന്ന മോഡലാണ് അത്. വന്ന പോലെ തന്നെ തിരിച്ചു പോവുകയാണ്. രണ്ടാമത്തെ മോഡൽ പ്ലാറ്റിന 110, പിന്നെ CT 125X, ഈ 3 മോഡലാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. പുതിയ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്, അതാണ് നമ്മുടെ RS200. പുതിയ മോഡൽ എന്നൊന്നും എടുത്തു പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ചത് ഭയങ്കരമായിട്ടുള്ള റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലായിരിക്കും. പിന്നെ USD ഫോക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതാണ്. ബജാജ് കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് LED ആയിട്ടുള്ള മീറ്റർ കൺസോൾ, 10x10 നാവിഗേഷൻ, റീഡിസൈൻ ചെയ്തിട്ടുള്ള LED ടെയിൽ ലാമ്പ്, പിന്നെ റൈഡിംഗ് മോഡ്സിൽ റൈഡ്, റെയിൻ, ഓഫ് റോഡ്. എന്തിനാണ് ഈ ഒരു സ്പോർട്സ് ടൂറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി ഫെയറിംഗ് ആയിട്ടുള്ള സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിളിന് ഓഫ് റോഡ് മോഡ് എന്നുള്ളത് ഡൗട്ടാണ്. ചിലപ്പോൾ പേരിൽ മാത്രമായിരിക്കും ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊടുത്തിരിക്കുക. അത് ബജാജിന്റെ ഒരു ടെക്നിക്കൽ ടൈമാണ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം, വൈഡർ ആയിട്ടുള്ള ടയേഴ്സ്. ഇതൊക്കെയാണ് വരുത്തിയിരിക്കുന്ന RS200ന്റെ മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പുതിയ RS200ന്റെ അപ്ഡേഷൻ കണ്ടിട്ട്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.